ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലെയും മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നന്നായിട്ട് എനിക്ക് ഛർദി ഉണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിലാണെങ്കിൽ എനിക്ക് ഛർദിയോ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ 4-5 മാസം വരെ എനിക്ക് ഛർദിയും ക്ഷീണവും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് കാലിൽ നീരാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിലേക്ക് കാലിൽ ഭയങ്കരമായിട്ട് നീരുണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് നീര് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല, നീരേ ഇല്ല. ഇപ്പോൾ 8 മാസമായി. ഇതുവരേക്കും എനിക്ക് നീര് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ മൂന്നാമത്തത് വെരിക്കോസിൻ്റെ അസുഖമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് പ്രസവം വരേക്കും എനിക്ക് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്കിപ്പോൾ വെരിക്കോസിൻ്റെ അസുഖം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു 6-7 മാസം മുതൽക്കാണ് എനിക്കിപ്പോൾ വെരിക്കോസിൻ്റെ ഒരു അസുഖം കണ്ടു തുടങ്ങിയത്. ഇതാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസിയിലെ മാറ്റങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ.